Okay, good morning everyone. Welcome to online biology classes. In the last class, we discussed the term photosynthesis, and I hope you all understood the process very well and the factors that are required for photosynthesis also: carbon dioxide, water, sunlight, minerals, chlorophyll, etc. Today, we are going to discussing a new topic. So, I hope you understood the term photosynthesis very well. Okay, listen the class very well. വൈ ഈസ് ദ അപ്പർ പാർട്ട് ഓഫ് ദ ലീഫ് ഗ്രീനർ ദാൻ ദ ലോവർ പാർട്ട്? എന്തുകൊണ്ടായിരിക്കും താരക്ക് ഇങ്ങനെ സംശയം വന്നിട്ടുണ്ടാവുക? നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഡൗട്ട്? നമ്മുടെ ലീഫുകൾക്കൊക്കെ മുകൾ ഭാഗം നല്ല പച്ചയും താഴ്ഭാഗം പച്ച കളർ കുറവും. യെസ്, ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ പിഗ്മെൻറ്റേഷൻ. നമ്മുടെ വോൾ പ്ലാന്റിന് മൊത്തം ചെടിക്ക് നിറം നൽകുന്ന പിഗ്മെൻസിൻ്റെ പ്രസൻസുള്ള ഡിഫറൻസ് കാരണമാണ് ഈ ഒരു വേരിയേഷൻ ഇവിടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പിഗ്മെൻറ്റ് എവിടെ കാണുന്നോ അവിടെ ആയിരിക്കും മോർ കളർ. സോ ദ അപ്പർ പാർട്ട് ഹാവ് മോർ പിഗ്മെൻറ്റ്സ് ആൻഡ് പിഗ്മെൻറ്റേഷൻ ഈസ് മോർ ഇൻ ദ അപ്പർ പാർട്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഗ്രീൻ കളർ കൂടാനുള്ള കാരണം. താഴ്ഭാഗത്ത് കമ്പാരിറ്റീവ്ലി എന്താണ്, പിഗ്മെൻറ്റേഷൻ കുറവാണ്. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ പിഗ്മെൻറ്റ്സ് ഇൻ ദ ലീവ്സ്. പിഗ്മെൻറ്റ്സ് ഇൻ ലീവ്സ്. Have you ever wondered that our nature is very beautiful, right? Yes, this is due to the presence of beautiful plants and flowers. And that beautiful appearance is due to the presence of different kind of pigments in plants, especially in leaves and flowers. നല്ല നിറം നൽകുന്ന പിഗ്മെൻറ്റ്സ് പ്ലാന്റ്സിൽ പ്രസൻ്റ് ആയതുകൊണ്ടാണ് ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും ലീവ്സും ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, we already discussed that the term photosynthesis and chlorophyll is essential for the process photosynthesis. Chlorophyll ഈ ഒരു പ്രക്രിയ നടക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് photosynthesis takes place in chloroplast, which is the important structure in leaves. And it occurs not only in leaves but in regions wherever chloroplast is present. അത് ലീഫിൽ മാത്രമേ നടക്കുന്നു അങ്ങനെ ഒന്നുമില്ല. ക്ലോറോപ്ലാസ്റ്റ് എവിടെയൊക്കെ പ്രസൻ്റ് ആണോ അവിടെയൊക്കെ പ്രോസസ്സ് നടക്കാറുണ്ട്. മെയിൻലി നടക്കുന്നത് അത് ലീവ്സിലാണ്, കാരണം ലീഫിലാണ് ഏറ്റവും കൂടുതൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ പ്രസൻസ് ഉള്ളത്. ആൻഡ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ ക്ലോറോഫിൽ ഇസ് ടു അബ്സോർബ് സൺലൈറ്റ്. ഓക്കെ, പിഗ്മെൻറ്റ്സ് ദാറ്റ് അബ്സോർബ് സൺലൈറ്റ് ആർ ഫൗണ്ട് ഇൻ ദ ഗ്രാന ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ്. ഗ്രാന എന്നുള്ളത് ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രക്ചറാണ്, നമ്മൾ ഇനി പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. സോ ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാന എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറാണ് എന്ത് ചെയ്യുന്നത്, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള പിഗ്മെൻറ്റ്സിൻ്റെ പേരറിയാം? നമ്മൾ പഠിച്ചിട്ടുള്ള പിഗ്മെൻ്റാണ് ക്ലോറോഫിൽ. സോ അതർ ദാൻ ക്ലോറോഫിൽ, ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽസ് ആർ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഗ്രാന. ഗ്രാനയിൽ നമ്മൾ നേരത്തെ പഠിച്ച ക്ലോറോഫിലിൻ്റെ രണ്ട് ടൈപ്പായിട്ടുള്ള ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 4 പിഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആണ്. ആൻഡ് ഓൾ ദീസ് പിഗ്മെൻറ്റ്സ് ക്യാൻ അബ്സോർബ് സൺലൈറ്റ്. എല്ലാ പിഗ്മെൻറ്റ്സും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സൺലൈറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദ ഫങ്ഷൻ ഓഫ് ദ പിഗ്മെൻറ്റ്സ് ആർ ടു അബ്സോർബ് സൺലൈറ്റ്. പ്ലാന്റ്സിന് കളർ കൊടുക്കുന്നതിലുപരി ഈ ഒരു പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിനാവശ്യമായിട്ടുള്ള സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓൺലി ക്ലോറോഫിൽ എ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ഫോട്ടോസിന്തസിസ്. ക്ലോറോഫിൽ എക്ക് മാത്രമേ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഓൾ അതർ പിഗ്മെൻറ്റ്സ് അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇൻ ടു ക്ലോറോഫിൽ എ. ബാക്കി എല്ലാ പിഗ്മെൻറ്റ്സും ഏതൊക്കെയാണത്, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ, ഈ 3 പിഗ്മെൻറ്റ്സിനും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ക്ലോറോഫിൽ എക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലോറോഫിൽ എ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ക്ലോറോഫിൽ എക്ക് മാത്രമേ നേരിട്ട് ഫോട്ടോസിന്തസിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 3 പിഗ്മെൻറ്റ്സും ആരെ സഹായിക്കാനാണ്, ക്ലോറോഫിൽ എനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യുന്നുണ്ട്, അവരും അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എക്ക് കൊടുക്കും. ഹെൻസ് ദേ ആർ കോൾഡ് അക്സസറി പിഗ്മെൻറ്റ്സ്. ഒരു സഹായി ആയതുകൊണ്ട് തന്നെ, സഹായിക്കുന്ന ഒരു പിഗ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ, ഇവരെ 3 പേര് നമ്മൾ എന്ത് വിളിക്കും, അക്സസറി പിഗ്മെൻറ്റ്സ് എന്ന് വിളിക്കും. ഈ ഒരു പാർട്ടിൽ നിന്ന് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്,
ഈ 4 പിഗ്മെൻസിൻ്റെ പേരും തന്നിട്ട് ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ് എന്ന് ചോദിക്കും. 4 ഒറ്റപ്പെട്ട ഒരാളെ കണ്ടെത്തിയിട്ട് ബാക്കി 3 പേരുടെയും കോമൺ ഫീച്ചർ എഴുതാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തും, ക്ലോറോഫിൽ എ ഒറ്റപ്പെടുത്തിയിട്ട് മീൻസ് ഔട്ട് വൺ കണ്ടെത്തിയിട്ട് അതിൻ്റെ പ്രത്യേകത എഴുതി വയ്ക്കും. അപ്പോൾ തെറ്റാണ്. അപ്പോൾ ക്ലോറോഫിൽ എ ഇസ് ദ ഓഡ് വൺ എഴുതുക. അതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ 3 കോമൺ ഫീച്ചർ എന്താണ്? ദേ ഓൾ ആർ അസസറി പിഗ്മെൻറ്റ്സ്. ദേ കാൺ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ഫോട്ടോസിന്തസിസ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരിട്ടിട്ട് ഈ ഒരു പ്രക്രിയയിൽ പങ്കെടുക്കാൻ പറ്റില്ല. ബട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ടു ക്ലോറോഫിൽ എ. അത് അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓവറോൾ സ്ട്രക്ചർ, ഒരു ഓവറോൾ ഐഡിയ അബൌട്ട് pigments in leaves and pigments present in chloroplast and the grana of the chloroplast. The main or the major 4 pigments are chlorophyll A, chlorophyll B, carotene and xanthophyll, and they can absorb sunlight, and only the chlorophyll A can participate in the photosynthesis directly. Other 3 pigments can only assist or help the chlorophyll A by absorbing sunlight from the atmosphere, and hence they are called accessory pigments. Okay. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ ഇവിടെ ഒരു എൻലാർജ്ഡ് വേർഷനാണ് ഒരു ലീഫിലെ ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള ക്ലോറോഫിൽ. സോ ദിസ് ഇസ് എ സിമ്പിൾ ഐഡിയ or overall structure of chloroplast, and we are going to study the structure of chloroplast deeply. This is the structure of chloroplast. The important parts of chloroplast are stroma, grana, thylakoid, lamella. Okay, and the intermembrane space and inner membrane and outer membrane. നമുക്ക് നോക്കാം ഓരോന്ന് എന്താണെന്നുള്ളത്. ക്ലോറോപ്ലാസ്റ്റിന് 2 മെംബ്രെയിൻ ഉണ്ട്. ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫ്ലൂയിഡ് ഫിൽഡ് പാർട്ടിനെ നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കും. ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഈസ് നോൺ ആസ് സ്ട്രോമ. ആൻഡ് ഇവിടെ നമുക്കിങ്ങനെ കോയിൻസ് ഇങ്ങനെ അട്ടി വെച്ച പോലെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ദിസ് ഈസ് നോൺ ആസ് ഗ്രാന, എ പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സ്. ഒരു സാക്ക് പോലെ അടുക്കി വെച്ചിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രാന എന്ന് വിളിക്കും. ഐ റിപ്പീറ്റ്, ആ ഫ്ലൂയിഡ് ഫിൽഡ് പാർട്ടിന് അല്ലെങ്കിൽ അക്വസ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കും. ആ ഗ്രീൻ കളറിൽ കാണിച്ചിട്ട് ഇങ്ങനെ കോയിന് പോലെ അടുക്കി വെച്ചിട്ടുള്ള ആ ഒരു മൊത്തം സ്ട്രക്ചറിനെ നമ്മൾ ഗ്രാന എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് ദ സിംഗിൾ യൂണിറ്റ് ഇൻ ദ ഗ്രാന, ആ ഗ്രാനയിലെ ഓരോ സിംഗിൾ യൂണിറ്റ് നമ്മൾ എന്ത് വിളിക്കും? തൈലക്കോയിഡ് എന്ന് വിളിക്കും. സോ അതുകൊണ്ട് തന്നെ ഗ്രാന ഈസ് ഓൾസോ നോൺ ആസ് ദ സ്റ്റാക്ക് ഓഫ് തൈലക്കോയിഡ്സ്. ഓക്കെ, 2 ഗ്രാനയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലാമെല്ല ഈസ് ഓൾസോ ദർ. ലാമെല്ല കാണുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ മെംബ്രെയിൻ ആണ്, ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലുള്ള ആ സ്പേസിന് നമ്മൾ ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് വിളിക്കും. ദെൻ അനദർ പാർട്ടാണ് ലൂമൻ. അത് തൈലക്കോയിഡിൻ്റെ ഇൻസൈഡ് സ്ട്രക്ചറാണ് ലൂമൻ എന്ന് പറയുന്നത്. ഒരു ക്യാവിറ്റി പോലെ കാണുന്ന സ്ട്രക്ചറാണ് ലൂമൻ. സോ മെയിൻലി സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എക്സാമിന് ചോദിച്ചാൽ ക്ലോറോപ്ലാസ്റ്റ് ഇറ്റ് ഈസ് എ ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഹാസ് ദ ഫോളോയിങ് പാർട്സ്. ദേ ആർ സ്ട്രോമ, ഗ്രാന, തൈലക്കോയിഡ് ആൻഡ് ലാമെല്ല. ദെൻ അതിനോരോന്നിനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫ്ലൂയിഡ് ഫിൽഡ് പാർട്ടാണ് സ്ട്രോമ, ദറ്റ് യെല്ലോ പോർഷൻ. ആൻഡ് ഗ്രാന എന്ന് പറയുന്നത് എ മെംബ്രേനിയസ് സാക്കാണ്. അതിലൊരു സിംഗിൾ യൂണിറ്റ് നമ്മൾ തൈലക്കോയിഡ് എന്ന് വിളിക്കും. 2 ഗ്രാന യൂണിറ്റുകളുടെ ഇടയിൽ നിന്ന് ആ ഒരു മെംബ്രെയിനെ നമ്മൾ ആ സ്റ്റാക്കിൽ നമ്മൾ ലാമെല്ല എന്ന് വിളിക്കും. ആൻഡ് ഇറ്റ്സ് എ ഡബിൾ മെംബ്രെയിൻ ആൻഡ് ഇറ്റ് ഓൾസോ ഹാവ് ഇന്നർ മെംബ്രെയിൻ ആൻഡ് ഔട്ടർ മെംബ്രെയിൻ. അപ്പോൾ അതിനിടയിലുള്ള സ്പേസിന് നമ്മൾ ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് വിളിക്കും. ആൻഡ് ദിസ് ഈസ് സിംപ്ലി ദ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. I hope you understood the structure of chloroplast. Indicators ആണ്, നോട്ട്ബുക്കിൽ എഴുതണം. പാർട്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, പിഗ്മെൻറ്റ്സ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്, റോൾ ഓഫ് പിഗ്മെൻറ്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. പിന്നെ
പറഞ്ഞിട്ടുള്ള 3 പിഗ്മെൻറ്റ്സ് ആണ് ക്ലോറോഫിൽ, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്. ആന്തോസയൻ ഈസ് ഓൾസോ അനദർ പിഗ്മെൻറ്റ്, പഠിക്കാനില്ല എന്നുള്ളൂ. സോ പിക്ചറും കളറും ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോട്ടോസിന്തസിന് ഏറ്റവും എസെൻഷ്യലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ അത് ലീവ്സിൽ എത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. എങ്ങനെയായിരിക്കും ഈ 2 ഫാക്ടേഴ്സും ലീവ്സിൽ എത്തുന്നുണ്ടാവുക? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലീവ്സ് അബ്സോർബ് ചെയ്യും ത്രൂ സ്റ്റൊമാറ്റ. അതുപോലെ സോയിലിൽ നിന്ന് വാട്ടറും മിനറൽസും റൂട്ടും അബ്സോർബ് ചെയ്യും. ഇതാണ് സിംപ്ലി ദ വേ വിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ റീച്ച് ദ ലീവ്സ്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് ഫില്ല് ചെയ്യണം. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. പാത്ത് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ലീവ്സ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിലേക്ക് എങ്ങനെ എത്തുക? ത്രൂ സ്റ്റൊമാറ്റ. ആൻഡ് പാത്ത് ഓഫ് വാട്ടർ ടു ലീവ്സ്, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? സോയിൽ നിന്നാണ്. സോയിലിൽ നിന്ന് റൂട്ട് വഴി സ്റ്റെമ്മിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ലീഫിലേക്ക് വെള്ളം എത്തുന്നത്. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. പിഗ്മെൻറ്റ്സിനെ കുറിച്ചും ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചറിനെ കുറിച്ചും പിന്നെ വെള്ളം അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ലീഫിലേക്ക് എത്തുന്നുള്ള ഈ പോർഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ സ്റ്റഡി വെൽ ആൻഡ് ഡു ഓൾ ദ വർക്ക്സ്. ഓക്കെ, താങ്ക് യു.